അപ്പോൾ ഇതാണ് മെത്തി പൊറോട്ട. മെത്തി പൊറോട്ട എന്ന് പറഞ്ഞാൽ ഉലുവച്ചീരയുടെ പൊറോട്ട. ഉലുവച്ചീര മാവിൽ കുഴച്ച് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ സോസും പിന്നെ മാങ്ങ അച്ചാറും, കഷ്ണം മാങ്ങ അച്ചാർ കൂട്ടിയിട്ടാണ് കഴിക്കുക. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കുക. ചൂടോടുക്കനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ഇട്ടിട്ട് കഴിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കുക നമുക്ക്. അപ്പോൾ ഇതാണ് ഉലുവച്ചീര, മേത്തി സാഗ് എന്ന് പറയും. ഉലുവ മുളപ്പിച്ചുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഇല നമ്മൾ ഗോതമ്പ് മാവിൽ കുഴച്ചിട്ടാണ് മേത്തി പൊറോട്ട, ഉലുവച്ചീര പൊറോട്ട. അപ്പോൾ ഇതിൻ്റെ ഇല നമുക്ക് ഒക്കെ വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ ഇല മാത്രമേ എടുക്കുള്ളൂ, തണ്ടൊന്നും യൂസ് ചെയ്യില്ല. ഇത് ഉണക്കിയിട്ടുള്ളതാണ് കസൂരി മേത്തി പറയുന്നത്. അപ്പോൾ ഇത് പച്ചയാണ്, നമുക്ക് ഇതിൻ്റെ ഇല ആണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇല നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉലുവച്ചീര ഒക്കെ ഓരോരോ ഇലയായിട്ട് എടുത്തത് കഴുകി വാരാൻ വെച്ചിരുന്നു. ഇത് ഇല കുറച്ച് വലുതാണ്, അപ്പോൾ അതായത് മാവിലിട്ട് കുഴയ്ക്കുമ്പോൾ ശരിയാവില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. ആവശ്യമുള്ളത് എടുത്താൽ മതി. വയ്ക്കുന്നു. അങ്ങനെ നമ്മളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മാവെടുക്കുക. മാവെടുത്തുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, അയമോദകമാണ്. ഇതൊരു വാസനയ്ക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കയ്യിൽ ഞരടിയിട്ടിടണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. വെച്ചെടുക്കുക. ഒരു സ്പൂൺ ഓയിൽ, ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചീര മിക്സ് ചെയ്യുക. ഇതിപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നില്ല, ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ ഉലുവച്ചീര. ഇത് നല്ലതാണ്, നമുക്ക് കഴിച്ച ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണ്. നോർത്ത് ഇന്ത്യൻസ് ഇതധികം ഉണ്ടാക്കും. ഇനി ഇത് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം.
ഇങ്ങനെ നമ്മളിത് കുഴച്ച് വെച്ചിരിക്കുന്നു, നന്നായി കുഴച്ച് വെച്ചിരുന്നു. ഇനി ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്കിത് പരത്തിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് എടുക്കണേക്കാട്ടും ലേശം കുറച്ച് അധികം മാവ് കേട്ടോ. നമുക്ക് പരത്തിയെടുക്കാം. കുറേ ഇനി നമുക്കിത് ചൂടായ താവയിലേക്ക് അപ്പോൾ ഇത് നല്ല ആയിന് നമുക്ക് ലേശം അതിൽ എണ്ണ തടവിയിട്ട് മറിച്ചിട്ടെടുക്കാം. തവയിലിട്ട് കൊടുക്കാം. റീഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യാണെങ്കിലും പറ്റും. നെയ്യോ ബട്ടറോ എന്താ തേക്കുന്നത്. ഞാനിപ്പോൾ റീഫൈൻഡ് ഓയിലാണ് തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ്.